വി ശശികുമാർ സാർ, പാനലിലുള്ള ഡോക്ടർ CM സാബിർ നവാസ്, അഡ്വക്കേറ്റ് PK ഹബീബ് റഹ്മാൻ, MK ഇർഫാൻ, പ്രിയപ്പെട്ട പ്രൊഫഷണൽസ് സുഹൃത്തുക്കളെ, തീർച്ചയായും ഇതുപോലൊരു പ്രൊഫഷണൽ സംഗമത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. വ്യക്തിപരമായി അതൊരു വലിയ ബഹുമതിയായിട്ട് കൂടി കാണുന്നു. കാരണം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ഒരു കൂടിച്ചേരൽ നാളുകളിൽ ഈ സമുദായത്തിന് വേണ്ടി അജണ്ടകൾ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ചെറുപ്പക്കാരെന്നുള്ള നിലയിൽ തന്നെ ഈ ഒരു മുഖാമുഖം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ കഴിഞ്ഞ 1-2 ദിവസമായി JNUവിലും ജാമിയയിലും ഇതുപോലെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കൃത്യമായ അജണ്ടകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ചെറുപ്പക്കാരുമായി സംസാരിക്കുകയായിരുന്നു. തീർച്ചയായും ഇത്തരം സംസാരങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു പോകുന്നു എന്നതിലപ്പുറം എന്നെ തന്നെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യാൻ, പുനർനിർമ്മിക്കാൻ ഉള്ളൊരു പരിശ്രമങ്ങളായിട്ടാണ് വ്യക്തിപരമായി ഞാൻ കാണുന്നത്. ഇവിടെ എനിക്ക് തന്നിട്ടുള്ള വിഷയം തീർച്ചയായും ഇതിൻ്റെ ഒരു കോർ വിഷയമെന്ന് പറയുന്നത് ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. മതപരിവർത്തനവുമായും അതിൻ്റെ മതപ്രബോധനവുമായും ബന്ധപ്പെട്ടുകൂടി സംസാരിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സമീപകാലത്ത് അത്തരം ചില സംഭവങ്ങളിലൊക്കെ ഇടപെട്ട ഒരാൾ എന്ന നിലയിൽ കൂടിയായിരിക്കണം. ഇന്ത്യയിലെ ന്യൂനപക്ഷ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ന്യൂനപക്ഷം എന്ന പദം പരികൽപ്പന തന്നെ വളരെ പ്രശ്നസങ്കീർണമായ ഒന്നാണെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്? പലപ്പോഴും ജനാധിപത്യത്തെ നമ്മൾ കാണുന്നത് ഒരു ഭൂരിപക്ഷം തീരുമാനമെടുക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ടിനിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ആളെണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തെ സമീപിക്കുമ്പോൾ അതൊരു ആളെണ്ണത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയപരമായ വലിപ്പം എന്ന് പറയുന്നത് അപരനെ പരിഗണിക്കുന്നതിലാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനത്തോട് പോലും ജനാധിപത്യത്തിൻ്റെ ഭാഷയിലേ സംസാരിക്കാൻ കഴിയൂ. നിങ്ങൾക്കൊരു ജനാധിപത്യ വിരുദ്ധനോട് അയാൾ ജനാധിപത്യ വിരുദ്ധനാണ്, അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ സൗകര്യങ്ങൾ അയാൾ അർഹിക്കുന്നില്ല എന്ന് പറയാൻ ജനാധിപത്യത്തിന്, ഒരു ജനാധിപത്യവാദിക്ക് കഴിയില്ല. ഇന്ന് ഞാനിവിടെ അടുത്ത് ഒരു എൻകൗണ്ടർ കില്ലിങ്ങിൽ കൊല്ലപ്പെട്ട ഒരാളുടെ വീട്ടിൽ പോയി സന്ദർശിച്ചിട്ടാണ് വരുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വളരെ സർവ്വസാധാരണമാണെന്ന് നമുക്കറിയാം. അവിടെ പലപ്പോഴും ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ, പ്രത്യേകിച്ച് മുസ്ലിമായ ഒരാളെ കൊല്ലണമെങ്കിൽ വേറെ പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളുടെ ആവശ്യമില്ല. ഏത് നിമിഷവും എൻകൗണ്ടർ കില്ലിങ്ങിൻ്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെടാമെന്നൊരവസ്ഥയുണ്ട്. തീർച്ചയായും ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജനാധിപത്യം സാധ്യമാകുന്നത് ജനാധിപത്യപരമായി എല്ലാവരോടുള്ള സമീപനമെന്ന് ഉയർത്തിപ്പിടിക്കുമ്പോഴാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന പദം, എന്താണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്? ഇന്ത്യൻ അവസ്ഥയിൽ ആരാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്? അടുത്ത കാലത്ത് അമിത് ഷാ പശ്ചിമ ബംഗാളിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അമിത് ഷാ പറയുന്നു, ഇന്ത്യയിൽ അഭയാർത്ഥികളായി പരിഗണിക്കപ്പെടുന്നവരിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്ക്, സിഖുകാർക്ക്, ബുദ്ധമതക്കാർക്ക് പ്രശ്നമില്ല, പക്ഷേ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്. അതിൻ്റെ അർത്ഥം ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാ ന്യൂനപക്ഷങ്ങളെയും പരിഗണിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിലല്ല, മറിച്ച് ചില ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം പോലുള്ള ഒരു ന്യൂനപക്ഷ സ്വത്വം ഇവിടെ ഹിന്ദുത്വത്തെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് മുഴച്ചു നിൽക്കേണ്ട, അപരവൽക്കരിക്കപ്പെടേണ്ട ഒന്നായി മാറുന്നു എന്നുള്ളതാണ്. അമിത് ഷാ ന്യൂനപക്ഷങ്ങൾക്കെതിരായ, മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വൈരുദ്ധ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ തമാശ എന്നൊക്കെ പറയുന്നത്, അമിത് ഷാ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷമായ ഒരു സമൂഹത്തെയാണ്, സമുദായത്തെയാണ്. അദ്ദേഹം ജൈന സമുദായത്തിൽപ്പെടുന്ന ഒരാളാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ജില്ലകളുണ്ട്. നമുക്കറിയാം, ഈ മലപ്പുറം തന്നെ, അതുപോലെ മുർഷിദാബാദ് പോലുള്ള
ബംഗാളിലൊക്കെ ബീഹാറിലൊക്കെ അങ്ങനെ ചില ജില്ലകളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒരു ജില്ലയിലും ഒരിക്കൽ പോലും ഭൂരിപക്ഷമാവാത്ത അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത് ഇവിടെ ഇന്നലെ ഒരു സംഘപരിവാർ നേതാവിൻ്റെ പ്രസ്താവന വന്നു. അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഉമ്മർ ഖാനാക്കി മാറ്റണം, നവജോത് സിംഗ് സിദ്ധു എന്നത് നവജോത് സിംഗ് സിദ്ദിഖായി മാറണം. നമുക്കറിയാം ഉമ്മൻചാണ്ടിയും നവജോത് സിംഗ് സിദ്ധുവും ന്യൂനപക്ഷ സമുദായക്കാരനാണ്. ഒരാൾ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ മറിച്ച് സിദ്ധു എന്ന് പറയുന്നത് സിഖ് സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വസ്തുത എന്ന് പറയുന്നത് ഒരാളെ ദേശവിരുദ്ധനായി, ഒരാളെ രാജ്യവിരുദ്ധനായി ഒരാളെ ചിത്രീകരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ രണ്ട് ന്യൂനപക്ഷ പരികൽപ്പനകളും അപര്യാപ്തമായി വരും. അപ്പുറത്ത് അയാളെ മുസ്ലിം എന്ന കള്ളിയിൽ പെടുത്തിയാൽ മാത്രമേ ഇവിടുത്തെ ഹിന്ദുത്വ ഫാസിസത്തിന് വേട്ടയാടാൻ കഴിയൂ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം പണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെക്കുറിച്ച് പാക്കനാർ പറഞ്ഞൊരു നാട്ടുപ്രയോഗമുണ്ട്. എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കളല്ല, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് തമ്പ്രാക്കൾ എന്ന് പറഞ്ഞതുപോലെ എല്ലാ ന്യൂനപക്ഷങ്ങളും ന്യൂനപക്ഷമല്ല. ഇന്ത്യയിൽ ഹിന്ദുത്വത്തെ സംബന്ധിച്ച് ആക്രമിക്കപ്പെടേണ്ട ന്യൂനപക്ഷം ഇവിടുത്തെ മുസ്ലിങ്ങളാണെന്ന ഹിന്ദുത്വ ബോധമാണ് ഇത്തരമൊരു ബോധത്തിൻ്റെ ഉറവിടം, അടിസ്ഥാനം എന്ന് പറയുന്നത്. തീർച്ചയായും അത്തരമൊരു ന്യൂനപക്ഷ പദവിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് കേവലം ആളെണ്ണത്തിൻ്റെ വലിപ്പത്തിൽ മാത്രം പരിശോധിക്കേണ്ടതൊന്നുമല്ലെന്നും മറിച്ച് ന്യൂനപക്ഷത്തെക്കുറിച്ച് പറയുന്ന ചർച്ചകളിൽ ഇത്തരമൊരു സാംസ്കാരിക പരിസരം വളരെ പ്രധാനമാണ് എന്നുള്ളതും ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുക എന്ന് പറയുന്നത് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ നിങ്ങൾ ഹിന്ദുത്വത്തിൻ്റെ അപരവൽക്കരിക്കപ്പെടേണ്ട, ആക്രമിക്കപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റിൽ പെടുന്നത് അത് മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ നാനാജാതി സ്വത്വ സമുദായങ്ങളുടെ ഒരു വലിയ സമാഹാരമാണ് ഇന്ത്യൻ സമൂഹം എന്ന് നമുക്കറിയാം. പലപ്പോഴും സംവരണത്തിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഇത്തരം ജനങ്ങളുടെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യമെന്നാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഇത്തരം ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ, വിവിധ ജാതി സമൂഹങ്ങൾ ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തിനെതിരെ തങ്ങളുടെ സ്വത്വാഭിമാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു നവപ്രക്ഷോഭ പരിസരത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുത്വം അതിനടിച്ചമർത്താൻ അത്തരം മുഴുവൻ പ്രക്ഷോഭ പരിശ്രമങ്ങളെയും നിഷ്കാസനം ചെയ്യാൻ ആർജിച്ച മാർഗം എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് പ്രശ്നത്തെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, മറിച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഇവിടെ ആർജിച്ച മുഴുവൻ സ്വത്വാഭിമാനങ്ങൾക്കുമെതിരെ ഇവിടുത്തെ സവർണ ഹിന്ദുത്വം അപ്പുറത്തൊരു മുസ്ലിം അപരനെ സൃഷ്ടിച്ചുകൊണ്ട് അത്തരം പരിശ്രമങ്ങളെയൊക്കെ നിഷ്കാസനം ചെയ്യുക. അതുകൊണ്ടാണ് ബാബറി മസ്ജിദ് ഡിസംബർ 6 തന്നെ പൊളിക്കപ്പെടുന്നത്. കാരണം ഡിസംബർ 6 എന്ന് പറയുന്നത് അംബേദ്കറുടെ ചരമദിനമാണ്. അത്തരം ഓർമ്മകളെ കൂടി ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഒരു പ്രയോഗവും ആസൂത്രണവുമായിരുന്നു ബാബറി മസ്ജിദിൻ്റെ ധ്വംസനം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നത് LK അദ്വാനിയെ പോലെ ഒരു സമുന്നതനായ സംഘപരിവാർ നേതാവ് തന്നെ വളരെ പ്രകടമായി പറഞ്ഞിട്ടുണ്ട്. അവർ മണ്ഡലിൻ്റെ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കമണ്ഡലവുമായി മുന്നോട്ട് വരേണ്ടി വന്നിരിക്കുന്നു, കാരണം മസ്ജിദ് പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു. തീർച്ചയായും ഇത്തരമൊരു ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രകടമായ ഒന്നായി കഴിഞ്ഞ 5 വർഷത്തെ ഇന്ത്യയുടെ ഭരണം മാറിയെങ്കിൽ ന്യൂനപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന, ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കുന്ന ഒരു ആക്രമണോത്സുക ദേശീയതയുടെ പ്രയോഗമായി ഇന്ത്യൻ രാഷ്ട്രീയം മാറുമ്പോൾ, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയം മാറുമ്പോൾ നമുക്ക് പറയേണ്ടി വരും പലപ്പോഴും കേരളത്തെ ഇത്തരം രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു തുരുത്തായി, ഒരു ബദലായി പലരും അവതരിപ്പിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ബഹുമാന്യനായ പ്രാസംഗികൻ മുൻ MLA പറഞ്ഞു, ഇടതുപക്ഷമാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യാശ എന്ന് പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആത്മാർത്ഥതയെയോ ഉദ്ദേശശുദ്ധിയെയോ ഒന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ഒരുങ്ങുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. മലപ്പുറത്തെ തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി ആവർത്തിച്ചുള്ള പ്രസ്താവനകളിലൂടെ
പ്രശ്നങ്ങളുടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ സംഘപരിവാർ മാത്രമല്ല. സംഘപരിവാറിന് അജണ്ട നിർദ്ദേശിച്ചു കൊടുക്കുന്നത് ആരാണെന്ന് വ്യക്തമായിട്ടുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ ബജറ്റിൽ 300 കോടിയാണ് അമ്പലങ്ങൾക്കെങ്കിൽ തോമസ് ഐസക്കിൻ്റെ ബജറ്റിൽ 800 കോടിയാണ് ഒരു ക്ഷേത്രത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം ഇന്ത്യയിലെ ചോദ്യം ചെയ്യാൻ, കേരളത്തിൽ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ മുഖ്യധാര മതേതര ബോധം എത്രമാത്രം മലീമസമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണം. നമ്മൾ പറഞ്ഞു ഏറ്റവും അവസാനം കണിച്ചുകുളങ്ങരയിലെ ഒരു സമുദായ നേതാവിൻ്റെ വസതിയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരും സഹമന്ത്രിമാരും 4 മന്ത്രിമാരും കടന്നു വരികയാണ്. എന്നിട്ട് 2 കോടി രൂപ ഒരു ക്ഷേത്രത്തിന് പ്രഖ്യാപിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ക്ഷേത്രത്തിന് പ്രഖ്യാപിക്കുകയാണ്. അവസാനം ഇനിയും 2 കോടിയും അവതരിപ്പിച്ചുകൊണ്ട് 6 കോടി വരെ ഒരു സമുദായ നേതാവിൻ്റെ സ്വകാര്യ ക്ഷേത്രത്തിന് അവതരിപ്പിക്കപ്പെടുമ്പോൾ 5 വർഷങ്ങൾക്ക് മുൻപ് ഇത് കേരളത്തിൽ സംഭവിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പാണക്കാടെങ്ങാനും ഏതെങ്കിലും UDFൻ്റെ മുഖ്യമന്ത്രി വന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചാലുണ്ടാകുന്ന മതേതര പരിഭ്രാന്തികളെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. 5ാം മന്ത്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ വികാരം അത് ഏതെങ്കിലും ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് നമുക്കറിയാം പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ജനാധിപത്യത്തിൽ പ്രാതിനിധ്യം എന്ന് പറയുന്നത് സമുദായങ്ങൾക്ക് അതുപോലെ രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടെ ആളെണ്ണത്തിൻ്റെ അവരുടെ MLA-മാരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുക എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷണൽ ഡെമോക്രസിയുടെ അടിസ്ഥാനമാണെങ്കിൽ അതിനെ അങ്ങേയറ്റം വർഗീയവൽക്കരിക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളത്. തീർച്ചയായും ഇത്തരമൊരു ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഒരു ആൻറ്റി സെമിറ്റിക് രാഷ്ട്രീയത്തിനെതിരെ നമ്മുടെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമേ സെക്കുലർ രാഷ്ട്രീയം എന്ന് പറയുന്നതിനെ അത്തരം മുഖം മൂടികളെ പലപ്പോഴും വലിച്ചെറിയേണ്ട ഒരു അധിക ബാധ്യത കൂടി ഇത്തരം രാഷ്ട്രീയ പരിസരത്ത് നിൽക്കുന്നവർക്കുണ്ട്. അദ്ദേഹം സംസാരിക്കുകയുണ്ടായി, സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അമേരിക്കയുടെ അജണ്ടയാണെന്ന് പറയുമ്പോൾ വാരിയംകുന്നത്തിൻ്റെ മലപ്പുറത്ത് നിന്നുകൊണ്ട് സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണെന്നും എൻ്റെ സ്വത്വം എൻ്റെ അഭിമാനമാണെന്നും ഉയർത്തിപ്പിടിച്ച വലിയ പാരമ്പര്യമുള്ള മണ്ണിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും നമുക്ക് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനും അങ്ങനെ പറയുന്നവരെ ഓർമ്മിപ്പിക്കാനുമുള്ള ആത്യന്തികമായ രാഷ്ട്രീയ കടമയും ഉത്തരവാദിത്വവുമുണ്ട്. തീർച്ചയായും ഇവിടുത്തെ സംഘപരിവാർ അതിൻ്റെ ഹിന്ദുത്വ ശക്തികൾ അതിൻ്റെ ഇരകളായി പ്രഖ്യാപിക്കുന്നത് ജാതി 1 മുതൽ 9 വരെ മുസ്ലിങ്ങളെയാണ്. തീർച്ചയായും ദളിതുകളും മറ്റ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ 1ാം സ്ഥാനത്ത് പ്രതിചേർക്കപ്പെടുന്നത് ആത്യന്തികമായി മുസ്ലിങ്ങളെയാണെന്നും ഒരു മുസ്ലിം വിരുദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ദേശീയതയിലാണ് ഇവിടുത്തെ ഹിന്ദുത്വം അതിൻ്റെ അസ്ഥിവാരം ഉറപ്പിച്ചത് എന്നും പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ സത്വം മുസ്ലിമാണ് എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തന്നെയാണ് മതപരിവർത്തനത്തെക്കുറിച്ചുള്ള പ്രബോധനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെയാണ് അതിൻ്റെ കാലിക പ്രസക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം മതപ്രബോധനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു. ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അനന്യമായ ഗുണവിശേഷമാണ്. നമ്മൾ ഭരണഘടനയിലും മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയ അംബേദ്കറെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ അത്തരമൊരു ചർച്ച പൂർണ്ണമാകില്ല. മറിച്ച് അങ്ങനെ ഭരണഘടനയിൽ അത്തരമൊരു സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക മാത്രമല്ല അതിനുശേഷം അതേ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഒരു അംബേദ്കർ ഉണ്ട്. മതം മാറ്റം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അംബേദ്കർ ഉള്ളതുപോലെ തന്നെ മതം മാറ്റം പ്രയോഗമാക്കി മാറ്റിയ ഇന്ത്യൻ സാമൂഹിക പരിവർത്തനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് മതം മാറ്റമാണെന്നും ഹിന്ദുത്വത്തിൽ നിന്നുള്ള വിച്ഛേദമാണെന്നും പ്രഖ്യാപിച്ച അംബേദ്കറുടെ വലിയ ഒരു ചരിത്രം നമുക്കുണ്ട്. നമുക്ക് ഈ നാടിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ നാടിൻ്റെ വലിയ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന വലിയ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ നാടിനെ ചലിപ്പിച്ച ചാലക ശക്തി എന്ന് പറയുന്നത് ഈ നാടിനെ മുന്നോട്ട് നയിച്ച രാസത്വരകം എന്ന് പറയുന്നത് മതം മാറ്റമാണെന്നറിയാം.
ശബരിമലയുടെ വിവാദകാലത്ത് നവോത്ഥാനത്തെക്കുറിച്ചുള്ള വലിയ വലിയ ചർച്ചകളൊക്കെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു നിന്നു. അന്ന് നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു സമുദായ സംഘടനകളുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ മുസ്ലിം സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ ഒഴിവാക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ക്ഷേത്രപ്രവേശത്തിൻ്റെ ചരിത്രം പോലും പരിശോധിക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാക്കിനഡയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ടി.കെ. മാധവൻ ആദ്യത്തെ ക്ഷേത്രപ്രവേശനത്തിൻ്റെ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിന് അവതരണാനുമതി കൊടുക്കുന്നത് അന്ന് മൗലാന മുഹമ്മദ് അലിയാണ്. ഗാന്ധിജി അവതരണാനുമതി നിഷേധിച്ച പ്രമേയത്തിന് മൗലാന മുഹമ്മദ് അലിയുടെ കയ്യൊപ്പോടുകൂടി ആ പ്രമേയത്തിന് അവതരണാനുമതി നൽകപ്പെടുകയും അത് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ, AIC സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ സിലബസിൽ അത് ഉൾപ്പെടുത്തപ്പെടുകയും അങ്ങനെ മൗലാന മുഹമ്മദ് അലിയുടെ കയ്യൊപ്പ് ചാർത്തപ്പെട്ട ഒരു ക്ഷേത്രപ്രവേശനത്തിൻ്റെ നാട്ടിലാണ് നവോത്ഥാന പരിസരത്തു നിന്ന് ഇവിടുത്തെ മുസ്ലിം സംഘടനകളെ ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇവിടുത്തെ സ്ത്രീകളുടെ നവോത്ഥാന പ്രശ്നവുമായി പരിഗണിക്കപ്പെടുമ്പോൾ പലപ്പോഴും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ നാടകങ്ങളെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. അതിനുമപ്പുറത്തേക്ക് ആദ്യമായി സ്ത്രീകൾക്ക് അവിടെ മാറുമറയ്ക്കാനുള്ള അവകാശം ലഭിച്ചത് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്താണെങ്കിൽ ഇവിടുത്തെ പൊതുനിരത്തുകൾ ആദ്യമായി മലയാളി ഒരു പൊതുനിരത്തിലൂടെ പ്രത്യേകമുള്ള ജാതി നിരത്തുകളിൽ നിന്ന് മാറി പ്രത്യേകമുള്ള ജാതി ശരീരങ്ങളിൽ മാറി ഒരു ഏകീകൃത മലയാളി സത്വം കേരളത്തിലെ പൊതുനിരത്തുകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താൻ നടത്തിയ വലിയ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ, സാമൂഹിക മുന്നേറ്റത്തിൻ്റെ ഫലം കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും ഇത്തരമൊരു ന്യൂനപക്ഷ വിരുദ്ധതയുടെ പ്രത്യയശാസ്ത്രം പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു വലിയ ക്യാൻവാസിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ന്യൂനപക്ഷ അവകാശങ്ങൾ ഊന്നി പറഞ്ഞതുകൊണ്ട് തന്നെ മതപ്രബോധനത്തിനുള്ള അവകാശം, മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം, നേരത്തെ പറഞ്ഞ ബഹുമാന്യനായ പ്രാസംഗികൻ പറഞ്ഞു, ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പറവൂരിൽ സംഭവിച്ചത് എന്താണ്? ആര് ഭരിക്കുമ്പോഴാണ് മരുന്നിട്ട് കൊടുക്കരുതെന്ന് മതേതരത്വ ഭരണകൂടം പറയേണ്ട, മതേതരത്വ ഭരണകൂടം പരിരക്ഷണം കൊടുക്കേണ്ട, മതം പ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യം നൽകേണ്ട സമയത്ത് സംഘപരിവാറിന് മരുന്നിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു ഭരണകൂടത്തിൻ്റെ, ഒരു സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ നയം നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായും പറവൂർ എന്ന് പറയുമ്പോൾ ആലുവയുടെ അടുത്താണ്. ആലുവയിലാണ് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സർവ്വമത സമ്മേളനം ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻകൈയിൽ നടക്കുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞ് എല്ലാ മതങ്ങളെയും പ്രബോധനം ചെയ്യാൻ, എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കാൻ, എല്ലാ മതങ്ങളും ഒരു വേദിയിൽ നിന്ന് പരസ്പരം സംവദിക്കാൻ ഇടം നൽകിയ ആലുവയിൽ നിന്ന് പറവൂരിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും രണ്ട് സ്ഥല സൂചികകൾ തമ്മിലുള്ള ദൂരമല്ല, മറിച്ച് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ശ്രീനാരായണ ഗുരുവിൽ നിന്ന് മറിച്ച് ഇന്നത്തെ സംഘപരിവാർ ഹിന്ദുത്വത്തിലേക്കുള്ള ഒരു വലിയ ദൂരത്തെ കൂടി അത് അടയാളപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ അംബേദ്കർ ഭരണഘടനയിൽ ഉറപ്പ് നൽകിയ, ഡോക്ടർ അംബേദ്കർ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിച്ചു കാണിച്ച അത്തരം മതപ്രബോധനത്തിനുള്ള, മതസ്വാതന്ത്ര്യത്തിനുള്ള, മതപ്രചരണത്തിനുള്ള അവകാശത്തെ ഒരു വലിയ അവകാശമായി ഉയർത്തിപ്പിടിക്കാൻ അത്തരം മതപ്രബോധന പരിശ്രമങ്ങളിൽ നിന്ന് നമുക്കിഷ്ടം, നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന, നമ്മളുടേതെന്ന് വിശ്വസിക്കുന്ന മതം പ്രബോധനം ചെയ്യാനുള്ള അവകാശത്തിൽ നിന്ന് നിങ്ങളുടേതുപോലുള്ള സംഘടനകൾ പുറകോട്ട് പോകാതിരിക്കുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മതപ്രബോധനത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഹാദിയ എന്ന് പറയുന്ന സ്ത്രീ ഉയർത്തിവിട്ട ഒരു വലിയ വിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ അവർക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാൻ ഹാദിയ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അഖില ഹാദിയയായി മാറിയപ്പോൾ ഇവിടുത്തെ മതേതരത്വം അതിനോട് കാണിച്ച ഇരട്ടത്താപ്പുകളുടെ വലിയ ചരിത്രമുണ്ട്. അതിലേക്ക് ഞാൻ ദീർഘമായി കടക്കുന്നില്ല, അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. സുപ്രീം കോടതി അടക്കം അത്തരം അവകാശ പോരാട്ടങ്ങളെ ഒടുവിൽ അംഗീകരിക്കേണ്ട അനിവാര്യമായ അവസ്ഥയിലേക്ക്
ഭാവത്തിലേക്ക് എത്തിച്ചേരുകയും മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ ചോയ്സ് ആണെന്നുള്ള തലത്തിലേക്ക് ഒരു വലിയ സാമൂഹിക ചലനങ്ങൾ ഉണ്ടാക്കാൻ അത്തരം ചർച്ചകളുടെ കേരളീയ പൊതുമണ്ഡലത്തിൽ ഉയർത്തിവിട്ടതാണ്. അവസാനം നജ്മൽ ബാബു എന്ന് പറയുന്ന ആൾക്ക് സംഭവിച്ച ഒരു എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിനെ ആത്മാവിലേക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അന്ത്യകർമ്മങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയാതെ യാത്രയാവുകയും ചെയ്യുന്നത് മതേതര കേരളത്തിലാണ്. അപ്പോൾ തീർച്ചയായും കേരളം ഒരു പുരോഗമന ഇടമാണെന്ന്, കേരളം ഒരു മതേതര ഇടമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഇത്തരം ഇരട്ടത്താപ്പുകളെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. ഇന്ത്യൻ അവസ്ഥയിലെ ന്യൂനപക്ഷ വിരുദ്ധത കൂടുതൽ പ്രകടമാണെങ്കിൽ മലയാളിയുടെ ജനിതകത്തിൽ, മലയാളിയുടെ പൊതുമണ്ഡലത്തിൽ അത്തരമൊരു മുസ്ലിം വിരുദ്ധതയുടെ നാമ്പുകളുണ്ടെങ്കിൽ അത്തരം പൊതുമണ്ഡലങ്ങളിൽ നിന്ന് മതേതര പ്രസ്ഥാനങ്ങളെന്ന് അഭിരമിക്കുന്നവർ, അഭിമാനിക്കുന്നവർ പോലും ഇത്തരം പ്രച്ഛന്നമായ മുസ്ലിം വിരുദ്ധതയെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ അടിവേരോടെ ചോദ്യം ചെയ്യാനുള്ള, അതിനെ ആത്മാഭിമാനത്തോടെ നേരിടാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ മുസ്ലിമിൻ്റെയും മാത്രമല്ല മതേതരത്വത്തിൻ്റെ ശരിയായ സ്പിരിറ്റിൽ വിശ്വസിക്കുന്നവരുടേതാണ്. എനിക്കറിയാം സമയം വളരെ പരിമിതമാണ്, ഇത് വളരെ വിശാലമായ വിഷയമാണ്, നമുക്ക് ചുരുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ മലയാളിയുടെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു കാര്യത്തിലുള്ള ഇരട്ടത്താപ്പിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്കറിയാം മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല കേരളത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ കോലാഹലങ്ങളുടെ ചരിത്രമറിയാം. ഇപ്പോഴും കേരളത്തിലെ പല പുരോഗമന മതേതര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും മലപ്പുറം എന്ന് പറയുന്ന പ്രദേശം ഒരു മതേതരത്വത്തിൻ്റെ ടാർഗറ്റ് പോയിൻ്റാണ്. അതേസമയം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, ഇവിടത്തെ പോലെ മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി അധികാരമോ അധികാരത്തിൻ്റെ വിഹിതമോ ഒരിക്കലും അധികാരത്തിൻ്റെ ഇടം കിട്ടാതിരുന്നൊരു സംസ്ഥാനത്ത് അവിടെ ഖായിദെ മില്ലത്തിൻ്റെ പേരിൽ ഒരു ജില്ലയുണ്ട് എന്നുള്ളതാണ്. ശരാശരി തമിഴനും മലയാളിയുടെയും പൊതു മാനസികാവസ്ഥ തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരമാണ്. കേരളത്തിൽ കമല സുരയ്യ മാധവിക്കുട്ടി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മഹതിയായ എഴുത്തുകാരി, നാലപ്പാട്ട് കുടുംബത്തിൻ്റെ വലിയ സാംസ്കാരിക മൂലധനമുള്ള മാധവിക്കുട്ടി കമല സുരയ്യായി മാറുമ്പോൾ മലയാളത്തിലെ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നിരുന്ന വൈതരണികൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാമെങ്കിൽ അവിടെ ദിലീപ് കുമാർ AR റഹ്മാൻ ആയതിനു ശേഷവും അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത, അദ്ദേഹത്തിന് കിട്ടുന്ന 13 വയസ്സിലാണ് ദിലീപ് കുമാർ AR റഹ്മാനായി മാറിയതിനു ശേഷവും തമിഴിൻ്റെ കൾച്ചറൽ ഇൻഡസ്ട്രിയിൽ, തമിഴിൻ്റെ പൊതുമണ്ഡലത്തിൽ, തമിഴിൻ്റെ സാംസ്കാരിക ഇടത്തിൽ അവിടെ AR റഹ്മാന് സ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഇത്തരം ഇരട്ടത്താപ്പുകളെ മലയാളിയുടെ പുരോഗമന മതേതര ബോധത്തെ, മതപരിവർത്തനത്തോടുള്ള, മത പ്രചാരണത്തോടുള്ള അത്തരം ഇരട്ടത്താപ്പുകളെ നമുക്ക് നിരന്തരം ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇത് ഒരു പ്രൊഫഷണലായ വിദ്യാർത്ഥികളുടെ ഒരിടമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി, നിങ്ങളുടെ സ്വത്വത്തിന് വേണ്ടി, നിങ്ങൾ ഉയർന്നു വരുന്ന, നിങ്ങൾ എവിടെ നിന്നാണോ വരുന്നത് ആ ജനമണ്ഡലത്തിന് വേണ്ടി സംസാരിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൻ്റെ കരിയറിസ്റ്റുകളായി മാറിപ്പോയി തൻ്റെ സ്വന്തമായൊരു ജീവിതം കരുപിടിപ്പിക്കുക എന്നതല്ല. നിങ്ങൾ വരുന്ന സമുദായത്തെ, നിങ്ങൾ വരുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന, നിങ്ങൾ വരുന്ന സാമൂഹിക മണ്ഡലത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പണ്ട് കേരള നിയമസഭയിൽ CH മുഹമ്മദ് കോയയോട് ഒരു ബഹുമാന്യനായ രംഗം, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറയാം, MV രാഘവൻ ചോദിച്ചു, അങ്ങ് കേരളത്തിൽ അറബി കോളേജുകൾ അനുവദിച്ചതുകൊണ്ട് കേരളത്തിലെ മലപ്പുറത്ത് നിരത്തുകളിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൊട നന്നാക്കലുകാരില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആത്മാഭിമാനത്താൽ പ്രചോദിതമായ മറുപടി എന്ന് പറയുന്നത്, എൻ്റെ സമുദായത്തിൽ നിന്ന് എല്ലാ കൊട നന്നാക്കലുകാരില്ലാതായി, മറിച്ച് ഡോക്ടറും എഞ്ചിനീയറും സിവിൽ സർവീസുകാരനും ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ സമുദായത്തിൻ്റെ അനിവാര്യമായ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ സാക്ഷാൽ CH മുഹമ്മദ് കോയ ഉയർത്തിപ്പിടിച്ച ഒരു ആദർശ പരിസരമുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപക്ഷെ
അതിൻ്റെ ബെനിഫിഷ്യറീസോ അതിൻ്റെ ഗുണഫലം കിട്ടിയവരോ ആണ് നിങ്ങളൊക്കെ. തീർച്ചയായും നിങ്ങളും സമുദായത്തിന് വേണ്ടി, സ്വത്വത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഈ സന്ദർഭത്തെ, നിങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജിനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.